പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവിടുന്ന് പിതാവിനോട് പറയുന്നു, പിതാവേ, പിതാവ് പുത്രനെ അണിയിച്ച അതേ മഹത്വം ഞാൻ ഈ ജനത്തെ അണിയിച്ചിരിക്കുന്നു. പ്രിയരെ, നാം ദൈവത്തിൻ്റെ മക്കളെങ്കിൽ നിശ്ചയമായി ദൈവമഹത്വത്തിൽ നടക്കേണ്ടവരത്രേ. എന്നാൽ പാപം മനുഷ്യരിൽ നിന്ന് ദൈവമഹത്വത്തെ എടുത്തു മാറ്റി. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളായി തീർന്നു, എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഏദൻ പർദീസയിൽ ദൈവം മഹത്വവും തേജസ്സും തങ്ങളുടെ ജനത്തെ അണിയിച്ചു, അവരെ മഹത്വത്തിൽ പൊതിഞ്ഞു. അതുകൊണ്ട് ഏദനിൽ മനുഷ്യർ പാപമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വസ്ത്രത്തിൻ്റെ സ്ഥാനത്ത് തേജസ് ഉടുത്ത ദൈവജനമായിരുന്നു. എന്നാൽ പാപത്താൽ അവരുടെ തേജസ്സിൻ്റെ വസ്ത്രം പിശാച് എടുത്തു മാറ്റി, അതിനെ കളങ്കമുള്ളതാക്കി മാറ്റി. അവർ നഗ്നരായി തീർന്നു. വേദപുസ്തക ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. മനുഷ്യൻ നഗ്നനായി തോന്നിയിട്ട് അവൻ ഇല വസ്ത്രമാക്കി മാറ്റി. പിന്നീട് ഇതാ ആട്ടുകൊറ്റൻ്റെ തോല് വസ്ത്രമാക്കി മാറ്റി. ഇന്ന് പകൽക്കാലവും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, യേശു കർത്താവിൻ്റെ മരണത്താൽ, യേശു കർത്താവിൻ്റെ ഈ ലോകത്തിലെ യാഗത്താൽ നമുക്ക് ലഭിച്ചത് നഷ്ടപ്പെട്ട തേജസ് അത്രേ. മനുഷ്യന് ഏത് തേജസ്സാണോ നഷ്ടപ്പെട്ടത് അതിനെ ദൈവം മടക്കി തന്നു. മഹത്വവും തേജസ്സും നമ്മെ അണിയിച്ചിട്ട് ദൈവദൂതന്മാരെക്കാട്ടിലും നമ്മെ ശ്രേഷ്ഠന്മാരാക്കി തീർത്തു, നമ്മെ ദൈവ മക്കളാക്കി തീർത്തു. ഇന്ന് പ്രഭാതത്തിലും ഒരു ദൈവ പൈതലിന് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, ഞാൻ ദൈവത്തിൻ്റെ തേജസ്സിനാൽ ചുറ്റപ്പെട്ട വ്യക്തിയെന്ന്. ദൈവത്തിൻ്റെ തേജസ് നിൻ്റെ മേൽ വന്നിരിക്കുന്നുവെന്ന്. യെശയ്യാ പ്രവചനം 62:2 നാം ചിന്തിച്ചു, ഈ വർഷക്കാലം കർത്താവ് നമ്മെ തൻ്റെ മഹത്വം അണിയിക്കുമ്പോൾ, തൻ്റെ തേജസ് അണിയിക്കുമ്പോൾ ലോകത്തിൻ്റെ സകല രാജാക്കന്മാരും അത് കാണും. ആർക്കും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണുമെന്ന തിരുവചനത്തിൽ നമുക്കുള്ള വാഗ്ദത്വം. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിക്കുമ്പോൾ, ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ അത് സകല ജാതികളും സകല ജഡവും കാണും. ഈ കാലഘട്ടത്തിലും ദൈവമഹത്വത്താൽ നമ്മെ പൊതിഞ്ഞ് നടത്തുവാൻ ദൈവം വിശ്വസ്തരത്രേ. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആ പ്രാർത്ഥനയിൽ എങ്ങനെയാ മഹത്വം നമുക്ക് തിരിച്ചു കിട്ടുന്നത്, എങ്ങനെയാ ഈ തേജസ് നമ്മെ അണിയിക്കുന്നതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവേ, പിതാവേ, ഞങ്ങളെ മഹത്വം അണിയിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെയും നാം മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വം വേണം. നഷ്ടപ്പെട്ട തേജസ് എൻ്റെ കുടുംബത്തിന് വേണ്ടി വേണം, എനിക്ക് വേണ്ടി വേണം. ഈ തലമുറയിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ, കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ, കർത്താവേ, അങ്ങയുടെ തേജസ് കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായി തൻ്റെ തേജസ്സിനെ നമ്മിലേക്ക് പകരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, എനിക്ക് തന്നിട്ടുള്ള അതേ മഹത്വം, യേശു കർത്താവിൽ വ്യാപരിച്ച അതേ മഹത്വം അവൻ നമുക്ക് തന്നിരിക്കുന്നു. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നമുക്ക് തന്നത് സെക്കൻഡ് ക്വാളിറ്റി അല്ലല്ലോ, നമുക്ക് തന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണോ പർപ്പസ്, എന്താണോ പദ്ധതി, അതേ മഹത്വം തൻ്റെ ജനത്തിന് തന്ന് നമ്മെ മാനിക്കുന്നവനത്രേ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഒന്ന്, നാം പ്രാർത്ഥിക്കുക, അങ്ങനെയെങ്കിൽ നമുക്ക് ആ മഹത്വം കിട്ടും. 2, യേശു കർത്താവ് പറഞ്ഞു, പിതാവേ, നീ എന്നെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തിയും ഞാൻ പൂർത്തിയാക്കി. ദൈവം നമ്മെ ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, ചില അസൈൻമെൻറ്റുകളുണ്ട്. ഇന്ന് പകൽക്കാലവും അത് ചെയ്യാൻ തയ്യാറാണോ? യോഹന്നാൻ 17:4 യേശു കർത്താവ് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, എന്നെ ഏൽപ്പിച്ച വേല ഞാൻ വിശ്വസ്തയോട് ചെയ്തു. പ്രിയരെ, നമ്മെ
ഈ ലോകത്തിൽ ദൈവം ഏൽപ്പിച്ച വേല എന്താണെങ്കിലും അതിനൊരു കംപ്ലൈൻറ്റും പറയാതെ അത് ചെയ്യാൻ നാം തയ്യാറാകണം. കർത്താവാണ് നമ്മെ ഏൽപ്പിച്ചത്. വിളിക്ക് ഒത്തവണ്ണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച വേലകളെ നാം വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നിശ്ചയമായി ദൈവം തൻ്റെ തേജസ്സിനെ നമ്മെ അണിയിക്കും. ഹല്ലേലൂയ. ഒന്ന്, നാം പ്രാർത്ഥിക്കുക. രണ്ട്, നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുക. നമ്മെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെന്ന പോലെ നമ്മെ ഏൽപ്പിച്ച വേല എന്തുമായിക്കോട്ടെ അത് ചെയ്യുക. മൂന്ന്, ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമത്തെ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. 6-ാം വാക്യം മുതൽ തുടർന്നുള്ള എല്ലാ വാക്യങ്ങളും നാം അത് കാണുന്നു. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, മഹത്വം കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് മുഴുമഹത്വവും തൻ്റെ പിതാവിന് കൊടുത്തതുപോലെ നമുക്കുള്ള മഹത്വം കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി മാറ്റാം. രണ്ട്, അതോടൊപ്പം തന്നെ കർത്താവിന് തന്ന വചനം, നമ്മുടെ വായിൽ തന്ന ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പ്രസ്താവിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അതാ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരുടെ മുമ്പാകെ ധൈര്യത്തോടെ പറയുക. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം പുത്രന് കൊടുത്ത അതേ മഹത്വത്താൽ പുത്രൻ നമ്മെ മാനിക്കും, പുത്രൻ നമ്മെ മഹത്വമണിയിക്കും. സകല ജാതികളും നിങ്ങളുടെ മേലുള്ള മഹത്വത്തെ കാണും. അവർ വിളിച്ചു പറയും, ഇതൊരു ദൈവ പൈതല, ദൈവ തേജസ്സിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയെന്ന് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇടവരുത്തുമാറാകട്ടെ. ഇന്ന് പകൽക്കാലവും നമുക്കൊരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിനെ മഹത്വപ്പെടുത്തി അവൻ്റെ വചനത്തെ മറ്റുള്ളവരോട് പ്രസ്താവിക്കാം. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവമഹത്വം അവൻ വെളിപ്പെടുത്തി നമ്മെ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.